ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീദാസ് കടലൂർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 7 ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി 9 ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അഥവാ കാർഡിനൽ റൂൾസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് 7 മാർഗനിർദ്ദേശങ്ങൾ. ഒരു വിന്നിംഗ് ടീം ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തായിരിക്കണം, അദ്ദേഹം സമൂഹത്തിനോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ സമൂഹം അദ്ദേഹത്തിനോട് എങ്ങനെ പെരുമാറണം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 7 മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിന്നിംഗ് ടീം അവരുടെ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള പോലെ ലോങ് ടൈം സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെസ്റ്റേജ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കുക. അതിനു വേണ്ടിയിട്ടാണ് 10 കോർ സ്റ്റെപ്പ് ആൻഡ് 3 സ്റ്റെപ്സ് ടു ക്രൗൺ പ്ലസ് 13 എസെൻഷ്യൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അധിഷ്ഠിതമായിട്ടുള്ള ക്യാരക്ടർ. വലിയ മൂല്യങ്ങളും വലിയ ചിന്തകളും വലിയ തിയറീസും വലിയ തത്വങ്ങളുമുള്ള മറ്റ് നിരവധി വ്യക്തികളെ ഇൻസ്പയർ ചെയ്യുന്ന, പ്രത്യേകിച്ചും പ്രവൃത്തിയിലൂടെ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ ഡെവലപ്പ് ചെയ്യുക. സോ ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ 9 കാർഡിനൽ റൂൾസ് ആൻഡ് 7 ഗൈഡ് ലൈൻസ്. 9 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. 7 കാര്യങ്ങൾ ചെയ്യേണ്ടവയാണ്. നിങ്ങളുടെ വാക്കിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ മനോഭാവത്തിലും ഉണ്ടാവേണ്ട 7 കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് പരിശോധിച്ച് നോക്കാം. സോ പോയിന്റ് നമ്പർ 1, ബി എ പേഴ്സൺ ഓഫ് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒക്കെ വിശ്വാസ്യത പുലർത്തുന്ന, വളരെയധികം ലോയൽ ആയിട്ടുള്ള ഒരു മനോഭാവം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് 2 ഓപ്ഷൻ തരികയാണ്. നിങ്ങളുടെ ടീമിലേക്ക് ഒരു 100 വളരെ സമർത്ഥരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ വരുന്നു. 2 വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ ലോയൽ ആയിട്ടുള്ള, വളരെ വിശ്വാസ്യതയുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന 100 പേര് വരുന്നു. നിങ്ങൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് രണ്ടാമത് പറഞ്ഞ വിശ്വാസ്യതയുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ടീമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ അപ്ലൈൻ്റെ ടീമിലെ, വിന്നിംഗ് ടീമിലെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന വാക്കും പ്രവൃത്തിയും ഒരുപോലെയുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നുള്ളതാണ്. നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇന്നൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പല ആളുകളെയും കണ്ടുകിട്ടാൻ പ്രയാസമാണ്. ചോദ്യം, നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണോ, അതോ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണോ? പല വ്യക്തികളും വലിയ സ്വപ്നങ്ങളുമായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും വലിയ സ്വപ്നങ്ങൾ പലപ്പോഴും അവർക്ക് അപ്രാപ്യമായിട്ട് മാറുകയും ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ കാണാറുള്ളത്, അവർ ഈ ബിസിനസ്സിനോട് പുലർത്തേണ്ട വിശ്വാസ്യത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ 100% വെസ്റ്റീജിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നിങ്ങളെ ഒരാളും കാണാത്ത നിങ്ങളുടെ പ്രൈവറ്റ് സോൺ, മേ ബി നിങ്ങളുടെ വാഷ്റൂം ആവാം, അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ്, ടോയ്ലറ്റ് സോപ്പ് ഏതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഏതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഐലൈനർ ഏതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മേ ബി സപ്ലിമെന്റ് ഏതാണ്. ഒരുപക്ഷെ ഇവിടെ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ ഏറ്റവും മികച്ച ഫലം നമുക്ക് തരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ടേസ്റ്റ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരുപക്ഷെ ബ്രാൻഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ 100% നമ്മളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നാം ഒരു ഫ്യൂവൽ അഥവാ ഇന്ധനം നൽകേണ്ടതുണ്ട്. അതാണ് നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള ബുക്ക് CEP ആൻഡ് മീറ്റിംഗ്സ്. ഒരുപക്ഷെ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ചകളും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വരുന്ന വളരെ ജങ്ക് ആയിട്ടുള്ള പല ന്യൂസ് ഫീഡുകളും, അതുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് ചെയ്യുന്ന ചർച്ചകളിൽ പോയി പങ്കെടുക്കുകയും, ഇത്തരത്തിലുള്ള വ്യക്തി ഒരിക്കലും വലിയ സ്വപ്നങ്ങൾ ഒരിക്കലും അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണാറില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ 2 എലമെന്റ്സ് ആണ് ഏറ്റവും നിർണായകമായിട്ട് വരാറുള്ളത്. ഒന്ന് നമ്മുടെ വാക്ക്, 2 പ്രവൃത്തി. വാക്കുകളും പ്രവൃത്തികളും ഇത് തമ്മിലുള്ള സിങ്കർണൈസേഷൻ ആണ് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് വലിയ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളോട് വിശ്വാസ്യത എത്രമാത്രം പുലർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റവും മികച്ച ചിന്തകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അതിലൂടെ ഒരു പീപ്പിൾ മാഗ്നറ്റ്, ആളുകളെ അട്രാക്ട് ചെയ്യുന്ന അത്തരത്തിലൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ആളുകൾ നിങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളെ കാണുന്ന സമയത്ത് ഓടിപ്പോവാനും
വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാതിരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുവെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളോട് എത്രമാത്രം വിശ്വാസ്യത പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ അപ്ലൈൻ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു വിമുഖത കാണിക്കുകയാണെങ്കിൽ 1000 ഡൗൺലൈൻസ് നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ വളരെ ടയേർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഡൗൺലൈൻ വിളിച്ച് ബിസിനസ് റിലേറ്റഡ് അല്ലാത്തൊരു സബ്ജക്റ്റ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം ഹൃദയം തുറന്നുകൊണ്ട് ആ വിഷയം കേൾക്കുന്നു എന്നുള്ളത് ആണ് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷൻ. നിങ്ങളുടെ അപ്ലൈൻ വിളിച്ചൊരു പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നാം എന്തുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള ആ കാര്യത്തിൽ അദ്ദേഹത്തിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് എത്രമാത്രം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസ്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പേഴ്സണൽ PV ചെയ്യാതെ നിങ്ങളുടെ ഡൗൺലൈൻസിനെ വിളിച്ച് പേഴ്സണൽ PV ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു അപ്ലൈനും വലിയ വോളിയം ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അഥവാ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഒരു സമയം കഴിഞ്ഞാൽ ചീട്ട് കൊട്ടാരം പോലെ ആ ഓർഗനൈസേഷൻ ഒരുപക്ഷെ ശിഥിലമായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമുക്കറിയാം ഈ ബിസിനസ് അറിയപ്പെടുന്നത് ലീഡർഷിപ്പ് ഡ്രിവൺ ബിസിനസ് എന്നുള്ളതാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ 90% മാർക്കും ഇരിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടറിന് തന്നെയാണ്. ക്യാരക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ്യത അഥവാ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. ചെയ്യുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് സമൂഹം എന്നും വില കൊടുത്തിട്ടുള്ളത്. സോ മികച്ച ലീഡറായിട്ട് മാറാൻ, മികച്ച ഒരു ടീമിനെ ഹോൾഡ് ചെയ്യാൻ, മികച്ച വരുമാനത്തിലേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ മികച്ച ഒരു വ്യക്തിത്വമായിട്ട് മാറുക അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. സോ ബി എ പേഴ്സൺ ഓഫ് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി, നിങ്ങളുടെ ലോയൽറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഒരുപാട് ഹൃദയങ്ങളെ നമുക്ക് കീഴടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അത്രമാത്രം പരിശുദ്ധമാക്കി മാറ്റേണ്ടതുണ്ട്. ഭരതേട്ടൻ എപ്പോഴും പറയാറുള്ള പോലെ വായ കൊണ്ട് നമുക്ക് സംസാരിക്കാം, ഹൃദയം കൊണ്ട് സംസാരിക്കാം. വായ കൊണ്ട് സംസാരിച്ചാൽ സമൂഹം ഒരിക്കലും നിങ്ങൾക്ക് യാതൊരുവിധ വിലയും തരാൻ പോകുന്നില്ല. ഹൃദയം തുറന്ന് സംസാരിക്കണമെങ്കിൽ ആ ഹൃദയം അത്രമാത്രം പരിശുദ്ധമായിരിക്കണം. ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളത് ഞാൻ വീണ്ടും അടിവരയായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബുക്ക് CEP ആൻഡ് മീറ്റിംഗ്സ്. ഇത് റെഗുലർ ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലൊരു എൻ്റെ ഭാഷയിൽ ഞാൻ ഒരു അഡിക്ഷനോട് കൂട്ടിയിട്ട് നിങ്ങൾ ഉണ്ടായാൽ പോലും യാതൊരു തെറ്റൂല. പലപ്പോഴും അഡിക്ഷൻ എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവ് ആംഗിളിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് ഒരു അഡിക്ഷൻ ഉണ്ടാക്കി എടുത്തുകൂടാ? ഒരുപക്ഷെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വായിച്ചു കൂട്ടുന്ന പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ബുക്കുകൾ, അതുപോലെ തന്നെ നിരന്തരമായിട്ട് കേൾക്കുന്ന CEP പ്രോഗ്രാംസ്, ഇതെല്ലാം തന്നെ നിങ്ങളെ ഒരു മികച്ച വ്യക്തിത്വമാക്കി മാറ്റാനും അതിലൂടെ മികച്ച ഒരു ലീഡറാക്കി മാറ്റാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു മികച്ച വ്യക്തിയാണോ അതോ ഒരു മികച്ച വ്യക്തിയായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണോ?